നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അവസാന ഓവർ ബൗൾ ചെയ്യാനായിട്ട് യാഷ് ദയാൽ വരുമ്പോൾ സി എസ് കെക്ക് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് 17 റൺസ്. സ്ട്രൈക്ക് ചെയ്തത് MSD. ആദ്യ പന്ത് കിടിലൻ സിക്സറുമായിട്ടാണ് MSD തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് RCB ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റിയിട്ടുണ്ടായിരുന്നു. MSD ആ സിക്സർ അടിച്ച ഘട്ടത്തിൽ വിരാട് കോഹ്ലിയുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ? കൈവിട്ടു പോയി എന്ന തോന്നൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ തൊട്ടടുത്ത പന്തില് MSDയെ പറഞ്ഞു വിടുന്നു യാഷ് ദയാൽ. പിന്നീടുള്ള പന്തുകൾ മനോഹരമായിട്ട് എറിഞ്ഞ് തീർക്കുന്നു. യെസ്, ആ പയ്യൻ കാണിച്ച മനസാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. അവിടെ തന്നെയാണ്, ആ മനസാന്നിധ്യത്തിൽ തന്നെയാണ് RCBയുടെ കരുത്തിരിക്കുന്നത്. കളി കഴിഞ്ഞിട്ട് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ലഭിച്ചത് ഫാഫ് ഡു പ്ലസിക്കാണ്. അദ്ദേഹത്തിന് 54 റൺസ് പ്രകടനം, കൂടാതെ 2 കിടിലൻ ക്യാച്ചുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയതെങ്കിലും അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യാഷ് ദയാലിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം ആ താരത്തിന് കൊടുത്ത അഡ്വൈസ് എന്തായിരുന്നു എന്നുകൂടി ഫാഫ് ഡു പ്ലസി വിശദമാക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഐ ഡെഡിക്കേറ്റ് ദി മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ടു യാഷ് ദയാൽ. ഈ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് ഞാൻ യാഷ് ദയാലിന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, ഈ വിക്കറ്റില് പേസ് ഓഫ് സ്ലോ ബോളുകൾ എറിയുക എന്നുള്ളതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന്. തീർച്ചയായിട്ടും അത് അവൻ നല്ല രൂപത്തിൽ നടപ്പാക്കി. തീർച്ചയായിട്ടും വളരെ ക്രേസിയാണ്. ഇവിടെ ഞങ്ങൾ വിജയിക്കാതിരിക്കുമ്പോൾ പോലും ഇത്രയധികം ആരാധകരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നു. ഇത് വളരെ പെർഫെക്റ്റ്ലി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു മത്സരമാണ്. CSK വേഴ്സസ് RCB. ഇൻക്രെഡിബിൾ. എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. യുവർ ഫസ്റ്റ് ഗോൾ ഇൻ ദി IPL ഈസ് ടു ട്രൈ ആൻഡ് ഗെറ്റ് ഇൻ ദി നോക്കൗട്ട്സ്. അതാണ് ഇപ്പോൾ ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. വിശദമായിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, എന്തൊരു രാത്രിയാണ് ഇത്, വാട്ട് എ നൈറ്റ്, എന്തൊരു ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. മത്സരം ഹോം ഫാൻസിന് മുന്നിൽ ഈ സീസണിലെ മത്സരങ്ങൾ അവസാനിപ്പിക്കുന്ന വിജയത്തോടെയാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഒരുപാട് മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പിച്ചില് ആ ഒരു മോയ്സ്ചർ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ്. റാഞ്ചിയില് ഡേ 5 ടെസ്റ്റിലെ ഡേ 5 കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാ ബാറ്റർമാരുടെ ഭാഗത്തു നിന്നും നല്ല സ്ട്രൈക്ക് റേറ്റില് റൺസ് വന്നു. ഞാൻ വളരെയധികം പ്രൗഡാണ്. ഞങ്ങൾ 201 218 ഒന്നും അല്ല, 175 ഡിഫെൻഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ നന്നായിട്ട് ശ്രമിച്ചു, ബോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല രൂപത്തില് കുട്ടികൾ കാര്യങ്ങൾ ചെയ്തു, താരങ്ങൾ കാര്യങ്ങൾ ചെയ്തു, ബോയ്സ് കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ വിജയത്തിലേക്ക് എത്തി എന്നുള്ള കാര്യം അദ്ദേഹം പറയും. തീർച്ചയായിട്ടും ഫാഫ് ഡു പ്ലസി ഹാപ്പിയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റർ വരാം.